നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. മറ്റു ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നാണ്. നമ്മുടെ വീട്ടമ്മമാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായങ്ങളിലൊന്നാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിക്ക് ഇത് തുടക്കമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു 32 ലക്ഷത്തോളം ആളുകൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും എന്നതാണ് അതിന്റെ ഒരു കണക്ക്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. അന്ത്യോദയ, അന്നയോജന, മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്നതാണ് പദ്ധതി. വിവരങ്ങളുമായി കമലേഷ് തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കമലേഷ്, നമ്മുടെ വീട്ടമ്മമാരുടെ അധ്വാനത്തെ സർക്കാർ എത്രമാത്രം വിലമതിക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. എത്രയോ ആളുകളുണ്ട്, എത്രയോ അമ്മമാരുണ്ട് നമ്മുടെ ഇടയിൽ, അല്ലേ? അവർക്ക് ഒരു കരുതൽ നൽകുക, അവരെ ചേർത്ത് പിടിക്കുക, ഒരുപക്ഷെ മറ്റൊരിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയാത്ത വലിയൊരു ആലോചനയും വലിയൊരു പദ്ധതിയുമാണത്. അത് ഇന്നു മുതൽ നടപ്പിൽ വരുന്നു, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന ഏറ്റവും സവിശേഷതയുള്ള ഒരു ദിവസമാണ്. മനു, തീർച്ചയായും രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു തീരുമാനം എന്ന് തന്നെ ഈ പദ്ധതിയെ വിശേഷിപ്പിക്കാൻ കഴിയും. സ്വാഭാവികമായും നമ്മളെല്ലാവരും പറയുന്നത് പോലെ തന്നെ എല്ലാ ജോലികൾക്കും വളരെ കൃത്യമായ ശമ്പളവും കൂലിയും ഒക്കെ ലഭിക്കുന്ന നാടാണ് നമ്മുടെ നാട്. പക്ഷേ വീട്ടമ്മമാർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് എന്ത് പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്ന ഒരു വലിയ ചോദ്യം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പദ്ധതിയെ സംബന്ധിച്ച് വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഗുണം ലഭിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കളിൽ ഏറിയ പങ്കും വീട്ടമ്മമാരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മറ്റ് ക്ഷേമ പെൻഷനുകളിൽ അംഗങ്ങളല്ലാത്ത ആളുകൾക്ക്, അതായത് ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളായിട്ടുള്ള ആളുകൾക്കാണ്, അതായത് സാമ്പത്തികമായി അല്പം പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലൊരു പ്രതിമാസം 1000 രൂപ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു പദ്ധതിക്ക് തുടക്കമായിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പദ്ധതി, അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറോട് കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മറ്റ് വിവരങ്ങൾ, അതായത് അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മറ്റ് അതിൻ്റെ കാര്യങ്ങളുമൊക്കെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിരവധിയായിട്ടുള്ള സ്ത്രീകൾക്ക് അഭിമാനത്തോടെ കൈപ്പറ്റാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് പ്രതിമാസം ഈ 1000 രൂപ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, സുപ്രധാനമായ ഒരു തീരുമാനമാണ് LDF സർക്കാർ കൈക്കൊണ്ടത്. ഏതായാലും അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നത്. അതിൻ്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് സാമ്പത്തിക സുരക്ഷിതത്വമില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം പെൻഷൻ നൽകി ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അതോടൊപ്പം ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ യോഗ്യത. അതുപോലെ പ്രായം 35നും 60നും ഇടയിലായിരിക്കണം. മഞ്ഞ AAY അല്ലെങ്കിൽ പിങ്ക് PHH റേഷൻ കാർഡ് ഉടമകളായിരിക്കണം, റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്ക് ഇതിന് അർഹതയുണ്ടായിരിക്കില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. മറ്റ് ക്ഷേമ പെൻഷനുകളിൽ അംഗങ്ങളല്ലാത്തവർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ ഈ അപേക്ഷ നൽകേണ്ടതില്ല, അവർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ നിലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക്, അതിൽ ട്രാൻസ്ജെൻഡറുകൾ ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണ് LDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊണ്ടിട്ടുള്ളത്. അത് നടപ്പിലാവുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. മനു, തീർച്ചയായും ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, കമലേഷ്, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ ഇന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്, നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണല്ലോ സർക്കാരിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്ക് വേണ്ടിയുള്ള കണക്ട് ടു വർക്ക് സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിച്ചത്. അതിൽ ആനുകൂല്യം കിട്ടിയ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ മകന് ആ സഹായം കിട്ടിയെന്ന് ഒക്കെ ഇവിടെയുള്ള കമൻറ്റുകൾ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, സംസ്ഥാന സർക്കാരിൻ്റെ ഈ ക്ഷേമ പദ്ധതികൾ എത്രയോ മനുഷ്യർക്കാണ് ആശ്വാസമാകുന്നത്, എത്രയോ മനുഷ്യരുടെ ഇടയിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ക്ഷേമ പെൻഷനും ഈ കണക്ട് ടു വർക്ക് സാമ്പത്തിക സഹായ പദ്ധതിയും സ്ത്രീ സുരക്ഷാ പദ്ധതിയും ഒക്കെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഏകദേശം 1 കോടിയിലധികം വരുന്ന മനുഷ്യരിലേക്ക് ക്ഷേമ സഹായങ്ങൾ എത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് കമലേഷൻ.
മനു, അതിലേറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ സർക്കാർ എങ്ങനെ വരും, എന്തൊക്കെ വിഷയങ്ങൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന ഒരു സർവേ സംഘടിപ്പിച്ച ഘട്ടത്തിൽ ആ സർവേ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്ന സർവേ അല്ല. അത് നേരത്തെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള സർവേ നടത്തുകയും പാളിപ്പോവുകയും ചെയ്ത സർവേകളുടെ കൂട്ടത്തിൽപ്പെടുന്ന സർവേയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു തരത്തിലും അവർക്ക് പറയാൻ കഴിയാത്ത ഒരു കാര്യം സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അക്കാര്യം ഒരു ഘട്ടത്തിലും അവർക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാവും എന്ന ഈ സർവേയുടെ ഭാഗമായി ചോദിച്ചപ്പോൾ അതിൽ വിവാദ വിഷയങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. ശബരിമല വിഷയം, മറ്റ് നിരവധിയായ വിഷയങ്ങൾ. ഇതിൽ വികസന മുരടിപ്പ് സംസ്ഥാനത്തുണ്ടോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അത് ഉണ്ട്, വികസന മുരടിപ്പ് ചർച്ചയാവും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുടെ ശതമാനം എന്ന് പറയുന്നത് 4.5% എന്നുള്ളതാണ്. അതായത് വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്ന അഭിപ്രായം ആർക്കുമില്ല. സംസ്ഥാനത്ത് 100-ൽ 4.5% ആളുകൾക്ക് മാത്രമാണ് വികസനം ചർച്ചയാവും അല്ലെങ്കിൽ വികസന മുരടിപ്പ് ചർച്ചയാവും എന്ന അഭിപ്രായമുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു വലതുപക്ഷ മാധ്യമം സർവേ നടത്തുകയും അവർക്കത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഇതുപോലെ സാധാരണ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നിരവധിയായ വികസന മുന്നേറ്റങ്ങൾ തന്നെയാണ്, വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. അത് വളരെ ഭംഗിയായി തന്നെ, അത് കാലത്തിനപ്പുറത്തേക്ക് പ്രഖ്യാപനം മാത്രമായി പോകുന്നില്ല. കഴിഞ്ഞ ഡിസംബറിൽ ഒരു മാസത്തിന് മുൻപ് അത് പ്രഖ്യാപിക്കപ്പെടുന്നു, ഒരു മാസത്തിനിപ്പുറം അത് നടപ്പിലാകുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അത് ആളുകൾക്ക് അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ്. അവർ നിലവിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർക്കത് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ വികസനത്തിൻ്റെ മധുരം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും, സമൂഹത്തിലെ ഓരോ വിഭാഗം ആളുകൾക്കും, ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും അനുഭവിക്കാൻ കഴിയുന്നു, രുചിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ പ്രധാനമായും എടുത്തു കാട്ടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമാനമായ നിലയിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് തന്നെ കണക്ട് ടു വർക്ക് എന്ന പദ്ധതി, അതായത് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള നൈപുണ്യ പരിശീലനം നേടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ള നിലയിൽ അവർക്ക് തൊഴിൽ അന്വേഷിക്കുന്നതിന് വേണ്ടിയും പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുമുള്ള ആ ഇടവേളയിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജമായി ആ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവർക്കും പ്രതിമാസം 1000 രൂപ ഇത്തരത്തിൽ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികളും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ നിലയിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സർക്കാരാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരെ ഓരോ വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ഒരു ഘട്ടത്തിലും ആരുടെയും തലയിൽ ഉദിക്കാത്ത ഇത്തരത്തിലുള്ള ആശയം, അതായത് വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന വീട്ടമ്മമാരായിട്ടുള്ള വീട്ടുജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന, ഒരു തരത്തിലും ആരാലും പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗമാണ് വീട്ടമ്മമാർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ സർക്കാർ അവരെ കൂടി പരിഗണിക്കുന്നു, അവരെ കൂടി ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. മനു.